നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ കോൺസെപ്റ്റ് ഈ ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ എന്താ പറഞ്ഞത് ലയബിലിറ്റിയെ കുറിച്ച്? നമ്മൾ പറഞ്ഞത് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീഗൽ കോൺസെപ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഫിക്സിംഗ് certain standard upon a person who commits a wrongful act. ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിയമം ഇമ്പോസ് ചെയ്യുന്ന ഒരു ഓബ്ലിഗേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ലീഗൽ ആസ്പെക്ട് ഉണ്ടാകണമെങ്കിൽ റോങ് ഡൂയിങ് എന്നുള്ളത് മസ്റ്റ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തി റോങ്ഫുൾ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ റോങ് ഡൂവർ ഹാസ് ടു ഡു സംതിങ് ഓർ ഹി മസ്റ്റ് സഫർ സംതിങ്. ഇതാണ് ലയബിലിറ്റി എന്ന് പറയുന്നതിന്റെ കണ്ടന്റ്. അപ്പൊ വാട്ട് ഹി മസ്റ്റ് ഡു, വാട്ട് ഹി മസ്റ്റ് സഫർ എന്നുള്ളതാണ് അതാത് ലയബിലിറ്റി പ്രിൻസിപ്പിൾ പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ റോങ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യണം, അയാൾ എന്ത് സഫർ ചെയ്യണം എന്നുള്ളതാണ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ കണ്ടന്റ്. അപ്പൊ വേറെവർ ദ ലോ ഫിക്സസ് the content of what a person, what the wrongdoer should do, what the wrongdoer must suffer, ഇതാണ് ലയബിലിറ്റിയുടെ കണ്ടന്റ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് തരം ലയബിലിറ്റി ഉണ്ട്, സിവിൽ ലയബിലിറ്റിയും ക്രിമിനൽ ലയബിലിറ്റിയും, അല്ലെങ്കിൽ റെമഡിയൽ ലയബിലിറ്റിയും പീനൽ ലയബിലിറ്റിയും. റെമഡിയൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ റോങ് ചെയ്തു കഴിയുമ്പോൾ റോങ് ഡൂവർ റെമഡി നൽകുക, അതാണ് റെമഡിയൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ദ ലയബിലിറ്റി ഈസ് ടു പ്രൊവൈഡ് റെമഡി ഫോർ ദ വിക്ടിം. പീനൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫർ പനിഷ്മെന്റ്. റോങ് ഡൂവർ ഹാസ് ടു സഫർ പനിഷ്മെന്റ്. അപ്പൊ സഫറിങ് പനിഷ്മെന്റ് ഈസ് പീനൽ ലയബിലിറ്റി. അപ്പൊ ഏത് നിയമം ഒരു റോങ് ഡൂവർക്ക് പനിഷ്മെന്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നോ അതിനെയൊക്കെ പീനൽ ലയബിലിറ്റി എന്ന് പറയാം. ഏത് നിയമമാണോ ഒരു റോങ് ഡൂവർക്ക് റെമഡി ചെയ്യാനുള്ള ഓബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ റെമഡിയൽ ലയബിലിറ്റി എന്ന് പറയാം. ദിസ് ഇസ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. അപ്പോ നമ്മള് ജസ്റ്റ് ഇൻട്രൊഡക്ടറി ആയിട്ട് നമ്മൾ പറഞ്ഞു, ക്രിമിനൽ നിയമത്തില് ലയബിലിറ്റി ഫിക്സ് ചെയ്യുന്ന ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ആക്ടസ് നോൺ ഫേസിറ്റ് റിയം നിസി മെൻസിറ്റ് റിയം. അതായത് ടു ഫിക്സ് പീനൽ ലയബിലിറ്റി എന്തൊക്കെ കണ്ടീഷൻസ് ആണെന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഒരു വ്യക്തി പനിഷ്മെന്റുകൾ സഫർ ചെയ്യണം എന്ന ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഫുൾഫിൽഡ് ആണ്, പീനൽ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന്, ഒരു ഫിസിക്കൽ ആക്ട് ഉണ്ടായിരിക്കണം. രണ്ട്, ഒരു മെൻസ്രിയ അല്ലെങ്കിൽ ഒരു ഗിൽറ്റി മൈൻഡ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്രിമിനൽ ലോയുടെ കണ്ടീഷൻസ് ഫോർ ലയബിലിറ്റി. പീനൽ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യണമെങ്കിൽ ആസ് എ ജനറൽ റൂൾ ദിസ് ടു കണ്ടീഷൻസ് ഹാസ് ടു ബി ഫുൾഫിൽഡ്. എക്സെപ്ഷൻസ് ഉണ്ട്, ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ ആസ് എ ജനറൽ റൂൾ വി ക്യാൻ സേ ദാറ്റ് to fix penal liability there should be a physical act as well as a guilty mind. അപ്പൊ ഫിസിക്കൽ ആക്ട് ആണ് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്ട് ഉണ്ട്. അതായത് if the law requires to do something positively, you have to do something positively, then that is called a positive act. നിങ്ങൾ ഒരാൾക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആക്ട് ആണ്. നിങ്ങൾ വലതുവശം ചേർന്ന് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ആക്ട് ആണ്. നെഗറ്റീവ് ആക്ട് മീൻസ് യു ആർ റിക്വയർഡ് നോട്ട് ടു ഡു സംതിങ്. അതാണ് നെഗറ്റീവ് ആക്ട്. അപ്പൊ നിങ്ങൾ ദ ലോ റിക്വയർസ് ഒമീഷൻ. നിങ്ങളിൽ നിന്നും ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് നിയമം ആവശ്യപ്പെടുക. അപ്പൊ എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അതിനാണ് നെഗറ്റീവ്. അപ്പൊ ഇറ്റ് ജസ്റ്റ് ഇംപ്ലൈസ് വാട്ട് ഈസ് ദ റിക്വയർമെന്റ് ഓഫ് ലോ, ദ റിക്വയർമെന്റ് ദാറ്റ് യു ഷുഡ് നോട്ട് ഡു സംതിങ്. അപ്പോ യു ഷാൽ നോട്ട് കിൽ എന്ന് പറയുന്നത് യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ നെഗറ്റീവ് ആക്ട്. യു ഷാൽ നോട്ട് കിൽ, യു ഷാൽ നോട്ട് പോയിസൺ, യു ഷാൽ നോട്ട് സ്റ്റീൽ. ഇതൊക്കെ നെഗറ്റീവ് ആക്ടുകൾ. ഇത് നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്റേണൽ ആക്ടും എക്സ്റ്റേണൽ ആക്ടും ഇന്റൻഷണൽ ആൻഡ് ഇന്റൻഷണൽ ആക്ട്. അപ്പൊ ഇത്തരം ഫിസിക്കൽ ആക്ടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം വി വിൽ ഡിസ്കസ് ടുഡേ അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പീനൽ ലയബിലിറ്റി ഫിക്സ് ചെയ്യണമെങ്കിൽ ആക്ടസ് റിയസിന്റെ ഒപ്പം മെൻസ് റിയ കൂടെ വേണം. ഒരു ഫിസിക്കൽ ആക്ടിന്റെ ഒപ്പം ഒരു ഗിൽറ്റി മൈൻഡ് വേണം. ഗിൽറ്റി മൈൻഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ഗിൽറ്റി മൈൻഡ്? ഗിൽറ്റി മൈൻഡ് 3 തരത്തിലാണ്. ഒന്ന്, യു ഹാവ് ആൻ ഇന്റൻഷൻ.
അപ്പം ഇന്റൻഷൻ ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയാണ് ഇന്റൻഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇന്റൻഷൻ. രണ്ടാമത്തത് റെക്ലെസ്നെസ്. റെക്ലെസ്നെസ് ഈസ് ഓൾസോ എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആൻഡ് തേർഡ് ഈസ് നെഗ്ലിജൻസ്. നെഗ്ലിജൻസും സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം? ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഈ ഫിസിക്കൽ ആക്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പീനൽ ലയബിലിറ്റി നിയമം ഇമ്പോസ് ചെയ്യുക. അപ്പോ വാട്ട് ഈസ് ആൻ ഇന്റൻഷൻ? ആൻ ഇന്റൻഷൻ ഈസ് ഈക്വൽ ടു നോളജ് പ്ലസ് ഡിസയർ. വെൻ യു ഡു ആൻ ആക്ട്, whenever a person do an act, he does that act for a result. അല്ലെ, എല്ലാവരും ഒരു ആക്ട് ചെയ്യുന്നത് ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് റിസൾട്ട് മേ ബി either his own benefit or his relatives or in whoever he has an interest, their benefit. രണ്ട് റിസൾട്ടുകളാണ്. ഒന്നുകിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവനവനോ അല്ലെങ്കിൽ അവനവന് താല്പര്യമുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ഹി ഈസ് ഡൂയിങ് ദാറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അവോയ്ഡിങ് ബർഡൻ. അവൻ എന്തെങ്കിലും ഒരു ബർഡൻ ഉള്ളത് ഒഴിവാക്കാനായിരിക്കും അവൻ ഒരു ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഹൂഎവർ എനി പേഴ്സൺ ഹൂഎവർ ആക്ട്സ് ഈസ് ആക്ടിങ് ഓൺലി ഫോർ ദിസ് ടു പർപ്പസസ്, either for his or his relatives or whoever he has interest in their benefit, or for the avoidance of burden. Apo when you act, you should have a knowledge of the nature of the act. When a person acts, that person should have the knowledge of the nature of the act, and he should desire it. ആ എഫക്റ്റ്, ആ ആക്ട് ചെയ്തു കഴിഞ്ഞാൽ ആ റിസൾട്ട് ഉണ്ടാകും എന്നറിയാം. അതാണ് നോളജ് പാർട്ട്. ഹി നോസ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ആക്ട്. ഇഫ് ഹി ഡസ് ദാറ്റ് പർട്ടിക്കുലർ ആക്ട്, വാട്ട് റിസൾട്ട്സ് ദാറ്റ് പർട്ടിക്കുലർ ആക്ട് വുഡ് ഗീവ് എഫക്ട് ടു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡിസയർ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊരു വ്യക്തിയെ കത്തിയെടുത്ത് കുത്തിയാൽ, ഇഫ് യു സ്റ്റാബ് എ പർട്ടിക്കുലർ പേഴ്സൺ, then you know that it will harm a person, and you may desire that as well. You are stabbing a person precisely because you desire that particular harm to be caused. അപ്പൊ നിങ്ങൾ ഒരാളെ സ്റ്റാബ് ചെയ്യുന്നത്, ആ സ്റ്റാബ് ചെയ്താൽ അയാൾക്ക് മുറിവുണ്ടാകുമെന്നും അയാൾക്ക് വേദനിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് കമ്പോണൻസും, ഈ രണ്ട് എലിമെന്റ്സും ഉണ്ടെങ്കിലാണ് നമ്മൾ ഇന്റൻഷൻ എന്ന് പറയുന്നത്. വെൻ യു ആക്ട് സോ, then we say that that act is an intentional act. അതേസമയം പല ആക്ടുകളിലും ഈ രണ്ട് എലിമെന്റും ഒരുമിച്ച് ഉണ്ടാവണമെന്നില്ല. ഏതെങ്കിലും ഒരു എലിമെന്റ് ഉണ്ടായെന്നും വരും. ഒരു ഉദാഹരണത്തിന്, എ ഡോക്ടർ ഓപ്പറേറ്റിംഗ് എ പേഷ്യന്റ്. ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ നോസ്, ഹി ഹാസ് ദ നോളേജ് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ഹാം ദ പേഴ്സൺ, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തെ മുറിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഓപ്പറേഷൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും. ഹി നോസ് ദാറ്റ് ഇറ്റ് മേ കോസ് ഹിസ് ഡെത്ത്. ഒരു പക്ഷേ ഓപ്പറേഷൻ പരാജയപ്പെട്ടേക്കാം, ഓപ്പറേറ്റ് ചെയ്താലും ചിലപ്പോൾ ഓപ്പറേഷൻ പോലായിട്ട് മരിച്ചു പോയേക്കാം എന്നൊക്കെയുള്ള അറിവ് ആ ഡോക്ടർക്കുണ്ട്. ബട്ട് ഹി ഡസൻ ഹാവ് ദ ഡിസയർ. അയാൾ മരിച്ചു പോകണം എന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടാവണം, ആ റിസൾട്ട് ഉണ്ടാകണം എന്നുള്ളൊരു ഡിസയർ ഡോക്ടർക്കില്ല. അപ്പൊ നോളേജ് ഉണ്ട്, ഡിസയർ ഇല്ല. നോളേജ് മാത്രം വെച്ചുകൊണ്ട് ഒരു ആക്ട് ചെയ്യുമ്പം you cannot say that he is acting intentionally. Have you got it? Yes, sir. Yes. Apo ഈ both the element of knowledge and desire should be there to constitute the state of mind called intention. ഇതിൽ ഏതെങ്കിലും എലിമെന്റ് ഇല്ലാത്ത ഒരു പ്രവൃത്തിയെ അൺഇന്റൻഷണൽ ആക്ട് എന്നാണ് പറയുക. അപ്പൊ ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു ആക്ട് ഈസ് എ റിക്വയർമെന്റ് ഓഫ് പീനൽ ലയബിലിറ്റി. നിയമം പീനൽ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാനായിട്ട് പല ഭൂരിപക്ഷം ക്രൈമുകളിലും ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു റിക്വയർമെന്റ് ആണ്. എന്ന് വെച്ചാൽ ദ പർട്ടിക്കുലർ പേഴ്സൺ, ദ ക്രിമിനൽ ഓർ ദ റോങ് ഡൂവർ ഷുഡ് ഹാവ് ബോത്ത് നോളേജ് ആൻഡ് ഡിസയർ. ഇനി ഈ ഇന്റന്റിനകത്ത് തന്നെ രണ്ട് തരം ഇന്റന്റുകളുണ്ട്. ഒന്ന്, ഈ ഇന്റന്റിനെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പറയാം, ജനറൽ ഇന്റന്റ് ഓർ പർട്ടിക്കുലർ ഇന്റന്റ്. ജനറൽ ഇന്റന്റ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് വി കൺസിഡർ ഇറ്റ് ടു ബി മോട്ടീവ് എന്നാണ് പറയുന്നത്. അതായത് അൾട്ടീരിയർ ഇന്റന്റ് എന്ന് പറയും. അൾട്ടീരിയർ ഇന്റന്റ്
വെൻ യു ഡു ആൻ ആക്ട്, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പം നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നതിന് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം നമുക്കുണ്ട്, പിന്നെ ആ പ്രവൃത്തി ചെയ്യുന്നതിന് ഒരു പർപ്പസും ഉണ്ട്. സോ വെൻ യു അനലൈസ് എ പർട്ടിക്കുലർ ആക്ട്, you can analyze into two stages or two parts. One is the ultimate purpose of that particular act, and second is the immediate intent. എന്ന് പറഞ്ഞാൽ intent just preceding the act. I'll give you an example. നിങ്ങൾ മോഷ്ടിക്കുകയാണ്, you steal something. What is stealing? Dispossessing an object from its lawful owner's possession. അപ്പൊ ഒരു ഓണറിന്റെ പൊസഷനിൽ നിന്നും അയാൾ പൊസസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഡിസ്പോസസ് ചെയ്യാൻ, ഡിസ്ഹോണസ്റ്റ്ലി ഡിസ്പോസസ് ചെയ്യുന്നതാണ് സ്റ്റീലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നിങ്ങൾ, ഇഫ് യു ആർ കമ്മിറ്റിംഗ് ആൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ്, യു ഹാവ് ദ ഇന്റന്റ് ടു ഡിസ്പോസസ് ദ ഒബ്ജക്ട് ഫ്രം ഹിസ് പൊസഷൻ. അപ്പൊ നിങ്ങൾ ഒരു തിങ് നിങ്ങൾ മറ്റൊരാളിൽ നിന്നും സ്റ്റീൽ ചെയ്യുകയാണെങ്കിൽ ആ ആക്ട് നിങ്ങൾ ചെയ്യുമ്പോൾ യു ഹാവ് എൻ ഇന്റൻഷൻ ടു, ഓർ യു ഹാവ് എ പർട്ടിക്കുലർ ഇന്റന്റ് ടു ഡിസ്പൊസസ് ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജക്ട് ഫ്രം ഹിസ് പൊസഷൻ. പക്ഷെ നിങ്ങളുടെ അൾട്ടീരിയൽ ഒബ്ജക്റ്റീവ് എന്താണ്? അത് പലതായിരിക്കാം. ഒരു പക്ഷെ നിങ്ങൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ആ ഒബ്ജക്റ്റ് അയാളുടെ കയ്യിൽ നിന്നും, അയാളുടെ പൊസഷനിൽ നിന്നും നിങ്ങൾ ഡിസ്പോസസ് ചെയ്ത് നിങ്ങൾ ഓക്യുപ്പൈ ചെയ്യുന്നതിന്റെ കാരണം മേ ബി ടു സാറ്റിസ്ഫൈ യുവർ ഹങ്കർ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, അപ്പൊ നിങ്ങളുടെ വിശപ്പ് മാറ്റാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വിശക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് വിശക്കുന്നുണ്ട്, അവരുടെ വിശപ്പ് മാറ്റാനായിരിക്കും. യു മേ ഹാവ് എ വെരി ഗുഡ് കോസ്, യു മേ ഹാവ് എ വെരി ഗുഡ് പർപ്പസ് ഫോർ, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെ സാധനം മോഷ്ടിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാനായിരിക്കാം. അപ്പൊ അൾട്ടീരിയർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത് മേ ബി ഗുഡ്, പക്ഷേ പർട്ടിക്കുലർ ഇന്റന്റ് എന്ന് പറയുന്നത് അൺലോഫുൾ ആയിരിക്കാം. ക്രിമിനൽ ലോ കൺസിഡർ ഓൺലി particular intent for imposing penal liability. അപ്പൊ പീനൽ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാനായിട്ട് ക്രിമിനൽ നിയമം കണക്കിലെടുക്കുന്നത് മോട്ടീവുകളെയല്ല, മറിച്ച് പർട്ടിക്കുലർ ഇന്റന്റിനെയാണ്. അപ്പം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഇന്റന്റിനെയാണ്, നോട്ട് പർട്ടിക്കുലർ, ഇമ്മീഡിയറ്റ് ഇന്റന്റിനെയാണ്. ഇസ് ദിസ് ക്ലിയർ? ഹലോ സർ, ഒന്നുകൂടി ഒന്ന് പറയാവോ സർ? ഓക്കെ, അതായത് നമ്മളിപ്പം ആദ്യം പറഞ്ഞ പീനൽ ലയബിലിറ്റി, നമ്മൾ പീനൽ ലയബിലിറ്റിയുടെ ഒരു പ്രീ കണ്ടീഷൻ ആണ് എന്താണ്? ഒരു ഗിൽറ്റി മൈൻഡ് ഉണ്ടായിരിക്കണം, ഫിസിക്കൽ ആക്ട് ഉണ്ടായിരിക്കണം. ഗിൽറ്റി മൈൻഡ് 3 തരത്തിലാണ്. അതിനകത്ത് ഒരു ഗിൽറ്റി മൈൻഡ് ആണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു എന്താ പറയുന്നത് ഗിൽറ്റി മൈൻഡിൽ പെടുന്ന ഒന്നാണ് നെഗ്ലിജൻസ്, മറ്റൊന്നാണ് റെക്ലെസ്നെസ്. ഇത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്താണ് ഇന്റൻഷൻ എന്ന് പറഞ്ഞു? ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നോളേജും ഡിസയറും ഉള്ള ഒരു ആക്ട് ആണ്. അപ്പൊ ഇന്റൻഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് ഒന്ന് മോട്ടീവ്. മോട്ടീവ് എന്ന് പറയുന്നതും ഒരു മാനസികാവസ്ഥയാണ്. മോട്ടീവ് അല്ലാതെ പർട്ടിക്കുലർ ഇന്റന്റ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. പർട്ടിക്കുലർ ഇന്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ അൾട്ടീരിയർ റീസൺ ഫോർ ഡൂയിങ് ആൻ ആക്ട്? അപ്പൊ ലെറ്റ് us ടേക്ക് മോഷണം ആസ് ആൻ ആക്ട്. തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആക്ട് എടുക്കുക. തെഫ്റ്റ് ആരാണ് ചെയ്യുന്നത്? തീഫുകളാണ്, അല്ലെ? അപ്പം ഓരോരുത്തരും മോഷ്ടിക്കുന്നതിന് പല പല അൾട്ടീരിയർ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം, കാരണങ്ങൾ ഉണ്ടാവാം. ചിലര് മോഷ്ടിക്കുന്നത് എന്തിനായിരിക്കും? അവനവന്റെ വിശപ്പ് മാറ്റുന്നതിനായിരിക്കും, അല്ലെങ്കിൽ അവനവന്റെ ബന്ധുക്കളുടെ, അവനവന് വേണ്ടപ്പെട്ടവരുടെ വിശപ്പ് മാറ്റാനായിരിക്കും. മറ്റു ചിലര് മോഷ്ടിക്കുന്നത് അവനിട്ടൊരു പണി കൊടുക്കാനായിരിക്കും. ഓക്കെ, മേ ബി സ്പെസിഫിക്കലി ടു ഹാം ഹിം, ടു ഡിസ്പൊസസ് ഹിം. ഐ വാണ്ട് ടു ടേക്ക് ഹിസ് ഒബ്ജക്റ്റ്. ഇപ്പൊ നിങ്ങൾ മോഷ്ടിക്കുന്നത് ഒരു ആപ്പിൾ ആണെന്ന് വിചാരിക്കാം. മറ്റൊരാളുടെ ആപ്പിൾ ആണ് നിങ്ങൾ മോഷ്ടിക്കുന്നത്. നിങ്ങൾ ആപ്പിൾ മോഷ്ടിക്കുന്നതിന്റെ അൾട്ടീരിയർ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശപ്പ് മാറ്റാനാണ്. ഇവിടെ കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ആക്ടിന്റെ പർപ്പസ് എന്താണ്? നിങ്ങളുടെ ആക്ട് എന്ന് പറയുന്നത് എന്താണ്? ടേക്കിംഗ് ദ ആപ്പിൾ ഔട്ട് ഓഫ് അനദർ പേഴ്സൺസ് പൊസഷൻ ആണല്ലോ. അപ്പൊ ടേക്കിംഗ് ദ ആപ്പിൾ ഔട്ട് ഓഫ് വൺ പേഴ്സൺസ് പൊസഷൻ, അതിന്റെ അൾട്ടീരിയർ പർപ്പസ് എന്താണ്? ടു സാറ്റിസ്ഫൈ യുവർ ഹങ്കർ, നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ.
പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ടേക്കിംഗ് ദ ആപ്പിൾ ഔട്ട് ഓഫ് ഹിം. നിങ്ങളപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഫിസിക്കൽ ആക്ട് എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? യു വിൽ എൻറ്റർ ഇൻ ടു ദ റൂം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. യു വിൽ ഓപ്പൺ ദ ബാഗ്, യു വിൽ get hold of the apple and you take the apple out of his bag. അല്ലേ? യെസ്. ആ ആക്ടിന്റെ ഇന്റന്റ് എന്താണ്? നിങ്ങൾ എന്തിനാണ് അവന്റെ ബാഗ് എടുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അവന്റെ ബാഗ് തുറക്കുന്നത്? നിങ്ങൾ ആ ബാഗിൽ കൈയിടുന്നത് എന്തിനാണ്? ആ ആപ്പിൾ പൊക്കുന്നത് എന്തിനാണ്? Why you do that? അതെടുക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാൻ. Your intention is to dispossess him. You want to take that apple out of his bag. അപ്പൊ നിങ്ങൾ ഈ ഫിസിക്കൽ ആക്ടുകളെല്ലാം ചെയ്യുന്ന നിങ്ങളുടെ ഇന്റൻഷൻ ഈസ് ഓൺലി ടു ടേക്ക് ദാറ്റ് ആപ്പിൾ ഔട്ട് ഓഫ് ദ ബാഗ്. അതിനാണ് നിങ്ങൾ കൈയിടുന്നത്, നിങ്ങൾ ആപ്പിളിൽ പിടിക്കുന്നത്, ആപ്പിളിൽ പിടിച്ചുകൊണ്ട് ബാഗിൽ നിന്ന് കൈ പുറത്തേക്ക് ഊരുന്നത്. പിടികിട്ടിയോ? യെസ് സർ, യെസ്. അപ്പൊ നിങ്ങളുടെ ആ ആക്ടിന്റെ ഇമ്മീഡിയറ്റ് ഇന്റന്റ് എന്ന് പറയുന്നത് ഈസ് ടു ഡിസ്പൊസസ് ദ അതർ പേഴ്സൺ ഹിസ് ആപ്പിൾ. അതിന്റെ വീണ്ടും ഒരു ഫർദർ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ പ്രവൃത്തിയുടെ മോട്ടീവ് കംസ് ഇൻ. ഓക്കെ, അപ്പൊ ചോദിക്കും, ഓക്കെ, യുവർ ഇന്റന്റ് വാസ് ടു ഡിസ്പൊസസ് ഹിം ഫ്രം ദ പൊസഷൻ ഓഫ് ദാറ്റ് ആപ്പിൾ. വൈ യു ഡിഡ് ദാറ്റ്? വൈ എന്ന ചോദ്യത്തിനാണ് മോട്ടീവ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, യെസ് സർ, യെസ്. ഹാവ് യു ഗോട്ട് ദ പോയിന്റ്? യെസ്, യെസ്. യെസ്. അപ്പൊ എപ്പോഴും ഈ മോട്ടീവ് എന്ന് പറയുന്ന മാനസികാവസ്ഥയെ നോക്കിയിട്ടല്ല പീനൽ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യുന്നത്. പീനൽ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യുന്നത് ഇന്റന്റ് നോക്കിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നല്ലൊരു മോട്ടീവ് ഉണ്ടെന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ട് ലോഫുൾ ആവില്ല. കാരണം മോട്ടീവ് ഈസ് നോട്ട് എ കൺസിഡറേഷൻ ഇൻ ലോ. പിടികിട്ടിയോ? അപ്പൊ നിങ്ങളെ മറ്റുള്ളവരെ സഹായിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു വ്യക്തിയുടെ ആപ്പിൾ അയാളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അത് നല്ല പ്രവൃത്തിയാവുമോ? വെദർ ഇറ്റ് വുഡ് ബി ലോഫുൾ? നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മറ്റൊരാളുടെ ആപ്പിൾ അയാളുടെ പൊസഷനിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. വെദർ യു വിൽ ബി exempted from liability? No. Why? Because it is not lawful, unlawful ആണ്. അതായത് നിങ്ങളുടെ ആ ഒരു ഗുഡ് മോട്ടീവ് അല്ല ലോ കണക്കിലെടുക്കുന്നത്. ദാറ്റ് ഈസ് ദ തിങ്. ലോ ഡസന്റ് കൺസിഡർ യുവർ ഗുഡ് മോട്ടീവ്. ലോ കൺസിഡർ യുവർ പർട്ടിക്കുലർ ഇന്റന്റ്. Why did you act so? What is your immediate intent for acting? Your intent is to dispossess him out of the apple. Why do you want to dispossess the apple? Because you want to eat it, you are hungry. അതാണ് മോട്ടീവ്. പക്ഷെ നിങ്ങളുടെ ഇന്റന്റ്, നിങ്ങൾ കൈയിട്ട് ആ ബാഗ് തുറന്നത് ആ ആപ്പിൾ അയാളിൽ നിന്ന് എടുത്ത് മാറ്റാനാണ്. പിടികിട്ടിയോ? അപ്പോ പീനൽ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യപ്പെടുന്നത് ഓൺ ഇന്റന്റ് ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ മോട്ടീവ്. ഇനി നെക്സ്റ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് മാലിസ് ആൻഡ് ട്രാൻസ്ഫർഡ് മാലിസ്. ഈ മാലിസ് എന്ന് പറയുന്നത് തന്നെയാണ് ഇവിൾ ഇന്റൻഷൻ, അതായത് ഗിൽറ്റി മൈൻഡ്, സ്പൈറ്റ്ഫുൾനെസ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ ഹാം ചെയ്യിക്കണം എന്ന ഇന്റൻഷനെയാണ് മാലിസ് എന്ന് പറയുന്നത്. യു ഡു സംതിങ്, യു ഡു ആൻ ആക്ട് പ്രിസൈസ്ലി ബിക്കോസ് യു വാണ്ട് ടു ഹാം അനദർ പേഴ്സൺ. മറ്റൊരാളെ ഹാം ചെയ്യിക്കുക എന്ന ഇന്റൻഷനെയാണ് മാലിസ് എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരെ ഹാം ചെയ്യിക്കുക എന്നുള്ള ഇന്റൻഷനോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്താലും യു ക്യാൻ കോൾ ഇറ്റ് ആസ് മലീഷ്യസ്. മലീഷ്യസ് മീൻസ് യു ഡു ദാറ്റ് പർട്ടിക്കുലർ തിങ് വിത്ത് മാലിസ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. പിടിയോ? മാലിസ് എന്ന് പറഞ്ഞാൽ പിടിയോ? Yes, sir. You intend to do harm. Your intention is to cause harm to the other person. And with that intention, you do something, then you can call it as malice. Right? About in certain situations, you do something by knowing that whatever you do is a wrongful act. And you intend to cause particular result to a particular person. നിങ്ങളിപ്പോ ഒരാൾക്കെതിരെ വെടിവെക്കുകയാണ്. You are shooting at someone. അപ്പോൾ you know the nature of that, you have knowledge and you know what would be the result. അത് വെടി കൊണ്ടു കഴിഞ്ഞാൽ മരിക്കും, അല്ലെ?
Do you have an intention? When you shoot, can you say that it is an intentional act? Ramo? Whether it is an intentional act, you are shooting at someone. To kill him. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ. Yes, yes, yes. അതൊരു ഇന്റൻഷണൽ ആക്ട് ആണോ? You assume that you are shooting at someone. Okay. You are shooting എന്ന് പറഞ്ഞാലോ വെടിവെക്കുകയാണ്, തോക്കെടുത്ത് നിങ്ങൾ ഒരാളെ വെടിവെക്കുകയാണ്. And you want to kill him. Whether it is an intentional act. It is intentional, sir. Why? Why you say it is intentional? Because he want to kill that person. That is why he is shooting. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് എലിമെന്റ് പറയണം. ഒന്ന്, he knows the nature of act. He knows what is he doing. രണ്ടാമത്തെ എന്താണ്? He has the desire to bring in that result. Okay. അപ്പൊ ഷൂട്ട് ചെയ്യുന്ന അവൻ കാഞ്ചി വലിക്കുക എന്ന് പറയുന്ന ഒരു ആക്ട്, ഫിസിക്കൽ ആക്ട് എന്താണ്? വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ ആക്ട്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബുള്ളറ്റ് തോക്കിൽ നിന്ന് പുറത്തേക്ക് വരും. അത് ആരുടെ ഡയറക്ഷനിലാണോ വെച്ചിരിക്കുന്നത് അയാളുടെ മേത്ത് കൊള്ളും. മേത്ത് കൊണ്ടാൽ അയാൾ മരിക്കും എന്നുള്ള നോളേജ് ഉണ്ട്. അതുപോലെ തന്നെ he has the desire that result should happen, occur. He should be killed. അപ്പൊ ഈ ഇന്റൻഷൻ, ഇത് രണ്ടും ഉള്ളപ്പോഴാണ് ഇന്റൻഷൻ ഉണ്ടെന്ന് പറയുന്നത്. We can say that he has an intention. ഇനി അങ്ങനെ വെടിവെച്ചപ്പം ആ അയാൾ ഉദ്ദേശിക്കാത്ത ഒരാളാണ് കൊണ്ടത്, എന്നിട്ട് അയാൾ മരിച്ചു. Whether he would be liable? എനെ വെടിവെച്ചു, പക്ഷെ ബുള്ളറ്റ് വന്ന് കൊണ്ടത് ബിയിലാണ്, തൊട്ടടുത്ത് നിന്ന് ബിയുടെ മേത്താണ്. ബി മരിച്ചു. Whether he would be liable penally? പറയാമോ? He'll be liable. Why? He'll be, Why? His intention was to kill A, but B was killed. He never had an intention to kill B. But he had a bad intention. Okay, അതാ പറയുന്നത്. When you act in a particular way and you acted with a wrongful intention, your act is wrongful. വെടിവെക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യന് നേരെ വെടിവെക്കുക, അയാളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടെ വെടിവെക്കുക എന്ന് പറയുന്നത് ഒരു wrongful act ആണ്. And you had a malice. ഒരാൾക്ക് ഹാം ഉണ്ടാക്കണം എന്ന ഇന്റൻഷനോട് കൂടെയാണ് നിങ്ങൾ അത് ചെയ്തത്. അപ്പോൾ മാലിസ് നിങ്ങൾക്കുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? നിങ്ങൾ ആർക്കാണോ ആ എഫക്റ്റ് ഉണ്ടാകണം എന്ന് വിചാരിച്ചത് അയാൾക്കല്ല ഉണ്ടായത്, മറിച്ച് അത് മറ്റൊരാളിലേക്ക് ആ എഫക്റ്റ് ഉണ്ടായി. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലോ വിൽ അസ്യൂം ദാറ്റ് യുവർ മാലിസ് ഹാസ് ഗോട്ട് ട്രാൻസ്ഫേർഡ് ആൻഡ് കോസ്ഡ് എഫക്ട് ഇൻ സം അതർ പേഴ്സൺ. അപ്പൊ മറ്റൊരു പേഴ്സണിലാണ് ആ എഫക്റ്റ് ഉണ്ടായതെങ്കിലും അവിടെ ലോ ഒരു അസംഷൻ മേക്ക് ചെയ്യും. അതെന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ മാലിസ്, നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ദുഷ്ടചിന്ത അല്ലെങ്കിൽ ആ മോശം ചിന്ത അല്ലെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ്, മാനസികമായ മെന്റൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ചെയ്തു മറ്റേ വ്യക്തിയിലേക്ക്. അപ്പൊ വേറൊരു വ്യക്തിയാണ് കൊല്ലപ്പെട്ടതെങ്കിലും the law will consider that the malice has transferred. നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന വ്യക്തിയിൽ നിന്നും ആ മാലിസ് മാറിയിട്ട് ആ സഫർ ചെയ്ത വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് മാലിസ് ഉണ്ട് എന്ന് ലോ അസ്യൂം ചെയ്യും. അതിനെയാണ് ട്രാൻസ്ഫേർഡ് മാലിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു റോങ്ഫുൾ ആക്ട് ചെയ്തു, അതിന്റെ എഫക്റ്റ് നിങ്ങൾ ഇന്റന്റ് ചെയ്ത ആളിലല്ല, മറിച്ച് മറ്റൊരാളിലാണ് ഉണ്ടാകുന്നതെങ്കിലും നിങ്ങൾ പീനലി ലയബിൾ ആകും. യു വിൽ ഹാവ് പീനൽ ലയബിലിറ്റി ബിക്കോസ് ഓഫ് ദിസ് ഡോക്ട്രിൻ ഓഫ് transferred malice. So in whatever cases you do a wrongful act and thereby causing a harm to another person whom you have not intended, you are liable because of the doctrine of transferred malice. Clear ano? Right? Okay. ഇനി അപ്പൊ ഇതാണ് ഇന്റൻഷനെ കുറിച്ച് ഞാൻ ജസ്റ്റ് അതിന്റെ ബേസിക് മാത്രം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്താണ്. അപ്പൊ നിങ്ങൾ ഈ ഇന്റൻഷൻ എന്നുള്ളത് നോക്കുക. ക്രിമിനൽ നിയമങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചില സ്പെസിഫിക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്,
ചിലപ്പോ ചില ക്രൈമിന്റെ കമ്പോണന്റ് ആയിട്ട് വരാം. ഫോർ എക്സാമ്പിൾ ഫ്രോഡ്. ചില ക്രൈമിന്റെ ഒരു എസെൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഫ്രോഡാണ്. യു ഹാവ് ടു കമ്മിറ്റ് ഫ്രോഡുലന്റ്ലി. നിങ്ങൾ ഫ്രോഡുലന്റ് ആയിട്ട് ഒരു ആക്ട് ചെയ്യുമ്പോഴാണ് ആ ക്രൈം ആകുന്നത് എന്ന് പറയുകയാണെങ്കിൽ the state of mind required or the particular intention which is required is fraudulence. അപ്പോൾ എന്താണ് ഫ്രോഡുലൻസ്? എന്താണ് ഫ്രോഡുലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു റോങ് ചെയ്യുന്നു. നിങ്ങൾ ഒരു റോങ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റോങ് രണ്ട് രീതി ചെയ്യാം. ഒന്ന്, മറ്റൊരാൾക്ക് ഹാം ഉണ്ടാക്കണം എന്ന ഇന്റൻഷനോടുകൂടെ. അപ്പൊ ഒരു ഹാം ഉണ്ടാക്കണം എന്ന ഇന്റൻഷനോടുകൂടെ ചെയ്യുമ്പോൾ അത് മാലിസ് ആണെന്ന് കണ്ടു. പക്ഷെ നിങ്ങൾ ഒരാൾക്ക് ഹാം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾ ബെനിഫിറ്റ് ചെയ്യണം എന്ന് കൂടെ ഒരു ആസ്പെക്ട് ഉണ്ടെങ്കിൽ അതിനെയാണ് ഫ്രോഡുലൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ മറ്റൊരാളെ ഹാം ചെയ്യുന്നത് അയാൾക്ക് ഹാം ഉണ്ടാക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയാണ്. പിടികിട്ടുന്നുണ്ടോ? So when you do an act, a wrongful act which harm another person for the purpose of benefiting you, then you can say that it is fraudulent. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇന്റൻഷൻ ഒരു ക്രൈമിന്റെ എലിമെന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ then that particular intention is a requirement for imposing penal liability. Okay. What is negligence? അപ്പൊ ഇനി നെഗ്ലിജൻസ് എന്താണ്? അപ്പൊ നമ്മൾ ഇന്റൻഷൻ എന്താണെന്നാ പറഞ്ഞത്? നോളേജ് ഓഫ് ദ നേച്ചർ ഓഫ് ദ ആക്ട് പ്ലസ് ഡിസയർ രണ്ടും ഉണ്ടാകുമ്പോഴാണ് ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. സോ വെൻ ദ ലോ സേ ദാറ്റ് യു ആർ പീനലി ലയബിൾ ഫോർ ഇന്റൻഷണൽ ആക്ട് എന്ന് പറയുമ്പം ആ റോങ് ചെയ്ത വ്യക്തിക്ക് ആ ചെയ്ത ആക്ടിനെ കുറിച്ചുള്ള നോളേജും ഉണ്ടാകണം, ആ ആക്ടിന്റെ നേച്ചറിനെ കുറിച്ചുള്ള നോളേജും ഉണ്ടാകണം, ആ എഫക്റ്റ് ഉണ്ടാക്കാനുള്ള ഡിസയറും ഉണ്ടായിരിക്കണം. ഇനി നെഗ്ലിജൻസ് എന്താണ്? നെഗ്ലിജൻസിനകത്ത് ഈ ഡിസയർ എന്ന് പറയുന്ന എലിമെന്റ് ഇല്ല, പക്ഷെ നോളേജ് ഉണ്ട്. നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പം ആ പ്രവൃത്തിയുടെ നേച്ചർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അത് മറ്റുള്ളവർക്ക് ഹാം ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ അതുകൊണ്ട് കെയർ എടുക്കണം എന്നുള്ളതാണ് ലോയുടെ റിക്വയർമെന്റ്. പക്ഷെ നിങ്ങൾ ആ കെയർ എടുക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഹാം ഉണ്ടാക്കും എന്ന് നിങ്ങൾക്കറിയുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നു. പക്ഷെ യു ഡോണ്ട് ഡിസയർ, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നൊന്നുമില്ല. മറ്റൊരാൾക്ക് ആ ഹാം ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ഡിസയർ ഒന്നും നിങ്ങൾക്കില്ല. മറിച്ച് നിങ്ങൾക്ക് നോളേജ് ഉണ്ട് ദാറ്റ് യുവർ ആക്ട് വുഡ് ഹാം അതേഴ്സ് ഇഫ് യു ഡു നോട്ട് ടേക്ക് റീസണബിൾ കെയർ. അങ്ങനെയുള്ളിടത്ത് ലോ റിക്വയർസ് ടു ടേക്ക് റീസണബിൾ കെയർ. അവിടെ നിങ്ങൾ കെയർ എടുത്തില്ല എങ്കിൽ അതിനെയാണ് കെയർലെസ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലെ? അപ്പോ നെഗ്ലിജന്റ് ആയിട്ട് നിങ്ങൾ ആക്ട് ചെയ്താൽ, അതായത് മറ്റുള്ളവർക്ക് ഹാം ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ആക്ട് ചെയ്താൽ നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ലാത്തടത്ത് നിങ്ങൾ കെയർ എടുക്കണം. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫാക്ച്വലി അറിയില്ലായിരിക്കും, അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് ഹാം ഉണ്ടാക്കോ ഇല്ലയോ എന്ന് ശരിക്കും നിങ്ങൾക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. അവിടെ ലോ ടേക്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് എ റീസണബിൾ മാൻ. അവിടെയാണ് നിയമം റീസണബിൾ മാൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിയമം പറയുന്നത് നിങ്ങൾ ഒരു റീസണബിൾ മനുഷ്യന്റെ പോലെ പെരുമാറണം. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ പെടുന്നത് ആ സിറ്റുവേഷനിൽ ഒരു റീസണബിൾ മാൻ എങ്ങനെ പെരുമാറുമോ അങ്ങനെ നിങ്ങൾ പെരുമാറണം എന്നാണ് ലോ ആവശ്യപ്പെടുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഒരു ലീഗൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെദർ യു ഹാവ് ആക്ടഡ് ലൈക്ക് എ റീസണബിൾ മാൻ ഓർ നോട്ട് എന്നാണ്. ഇപ്പൊ നിങ്ങളൊരു ഡോക്ടർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻ നടത്തുമ്പോൾ നിങ്ങൾ ഒരു റീസണബിൾ ഡോക്ടറിന്റെ പോലെ ഓപ്പറേഷൻ ചെയ്യണം. നിങ്ങളൊരു ഡ്രൈവർ ആണ് എങ്കിൽ നിങ്ങളൊരു റീസണബിൾ ഡ്രൈവറിന്റെ പോലെ ഡ്രൈവ് ചെയ്യണം. നിങ്ങളൊരു കുക്കാണെങ്കിൽ ഒരു റീസണബിൾ കുക്കിന്റെ പോലെ കുക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണോ ആ ഏത് ഫീൽഡ് ആണെങ്കിലും നിങ്ങൾ ഏത് പ്രവൃത്തിയാണെങ്കിലും ചെയ്യുന്നത് അവിടെ ഒരു റീസണബിൾ മാന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങൾ പെരുമാറണം. അത് പെരുമാറിയില്ലെങ്കിലാണ് നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും യു ആക്ടഡ് നെഗ്ലിജന്റ്ലി എന്ന് പറയും. അപ്പൊ നെഗ്ലിജന്റ് ആക്ട് എന്ന് പറയുന്നത് ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണ്. സാധാരണഗതിയിൽ ക്രിമിനൽ നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
കണ്ടീഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗിൽറ്റി മൈൻഡ്, ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഗിൽറ്റി ഇന്റൻഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണെങ്കിൽ സിവിൽ കേസുകളിലാണ് കൂടുതലും നെഗ്ലിജൻസ് ഒരു ലയബിലിറ്റി കണ്ടീഷൻ ആവുന്നത്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ക്രിമിനൽ ലോ കനോട്ട് യൂസ് ദിസ് ആസ് എ കണ്ടീഷൻ. ക്രിമിനൽ നിയമത്തിലും നെഗ്ലിജൻസ് ഒരു കണ്ടീഷനാക്കി വെക്കാം. അപ്പൊ സാധാരണഗതിയിൽ ട്രസ്പാസ് എന്ന് പറയുന്നത് ഒരു ക്രൈമും കൂടെയാണ്. അപ്പോൾ അതിനകത്ത് നെഗ്ലിജന്റ് ആയിട്ട് നിങ്ങൾ ട്രസ്പാസ് ചെയ്താലും പീനൽ ലയബിലിറ്റി കുഡ് ബി ഇമ്പോസ്ഡ് ആസ് വെൽ ആസ് സിവിൽ ലയബിലിറ്റി കുഡ് ബി ഇമ്പോസ്ഡ്. റെക്ലെസ്നെസ് എന്ന് പറയുന്നത് നെഗ്ലിജൻസിന്റെ കൂടുതൽ ഗ്രാവിറ്റി കൂടിയ കെയർലെസ്നെസ് ആണ്. അപ്പോൾ കെയർലെസ്നെസ്സുകളെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കെയർലെസ്നെസ് വേരീസ് ഇൻ ഡിഗ്രി. കെയർലെസ്നെസ് എന്ന് പറയുന്നത് ഡിഗ്രിയിൽ വേരി ചെയ്യും. കൂടുതൽ കെയർലെസ്നെസ്സും കുറവ് കെയർലെസ്നെസ്സും ഉണ്ട്. കൂടുതൽ കെയർലെസ്നെസ് എന്ന് പറയുന്നതാണ് റെക്ലെസ്നെസ്. അപ്പൊ നിങ്ങളൊരു റോട്ടിലൂടെ അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചാൽ ആ അത്തരം കെയർലെസ്നെസ്സുകൾ നമ്മൾ കുറെ കൂടെ സീരിയസ് ആയിട്ടാണ് കണക്കിലെടുക്കുക. അതൊരു സീരിയസ് ആയിട്ടുള്ള കെയർലെസ്നെസ് ആണ്. അത് ആൾക്കാരുടെ ജീവൻ വരെ കളയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ചില പ്രവൃത്തികൾ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ ജീവൻ എടുക്കും, മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കാൻ കൂടുതൽ ചാൻസസ് ഉള്ളതൊക്കെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യും അത്തരം കെയർലെസ്നെസ്സുകളെ. അതിനെയാണ് റെക്ലെസ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രൈമിനകത്ത് തന്നെ ഈ നെഗ്ലിജന്റ് ആയിട്ടുള്ള ആക്ടുകളെയും റെക്ലെസ് ആയിട്ടുള്ള ആക്ടുകളെയും രണ്ടായിട്ടാണ് കാണുന്നത്. റെക്ലെസ് ആയിട്ടുള്ള ആക്ടുകൾക്ക് കൂടുതൽ പനിഷ്മെന്റുകൾ അല്ലെങ്കിൽ കൂടുതൽ കോൺസിക്വൻസുകൾ, ഗ്രാവിറ്റി കൂടിയ കോൺസിക്വൻസുകൾ ലോ ഇമ്പോസ് ചെയ്യും. ഈസ് ദിസ് പോയിന്റ് ക്ലിയർ? Yes, sir. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് നോ ഫോൾട്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. നോ ഫോൾട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോളേജും ഇല്ല, ഡിസയറും ഇല്ല. ഈ രണ്ടും എലിമെന്റും വേണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ എന്താ പറയുന്നത് നേച്ചർ എന്താണെന്നും അറിയില്ല, നിങ്ങൾക്ക് അത് ഒരു ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കണമെന്ന് ഡിസയർ ഇല്ലെങ്കിൽ പോലും നിങ്ങളെ നിയമം ലയബിൾ ആക്കും. ഇതൊരു സോഷ്യൽ പോളിസിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളും വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളും ഈ നോ ഫോൾട്ട് ലയബിലിറ്റി പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ദിസ് സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ദോഷം ഉണ്ടാകുന്ന, ഉറപ്പായിട്ട് ഹാം ഉണ്ടാകും. നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സഫറിങ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഗിൽറ്റി മൈൻഡ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഡിസയർ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു സോഷ്യൽ പോളിസി എന്നുള്ള നിലയ്ക്ക് നിയമം നിങ്ങളെ ലയബിൾ ആക്കുന്നു. സോ യു ഡു നോട്ട് ഹാവ് എനി ഫോൾട്ട്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റെസ്പോണ്ടിയന്റ് സുപ്പീരിയർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. അത് ലെറ്റ് ദ റെസ്പോണ്ടന്റ് ബി സുപ്പീരിയർ, അല്ല ലെറ്റ് ദ സുപ്പീരിയർ ബി ലയബിൾ എന്നാണ്. ലെറ്റ് ദ സുപ്പീരിയർ ബി ലയബിൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പോളിസിയാണ്. അതായത് ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ ആ നഷ്ടം നികത്താൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് ആർക്കാണോ അയാളെ ലയബിൾ ആക്കുക എന്നൊരു പോളിസിയാണ്. അപ്പൊ നിയമം പലപ്പോഴും അത്തരം പോളിസികളുടെ അടിസ്ഥാനത്തിൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷന്റെ പുറത്താണ് ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി നിയമം ഇമ്പോസ് ചെയ്യുന്നത്. വൈക്കേരിയസ് ലയബിലിറ്റി ഈസ് ഓൾസോ സിമിലർലി. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഏൽപ്പിക്കുകയും ആ മറ്റേ വ്യക്തി ഒരു തെറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആരാണോ അയാളെ ഏർപ്പാടാക്കിയത് അയാൾ ലയബിൾ ആകുന്നു. So if you appoint a servant or if you employ someone to act on behalf of you and if the other person commits a wrong, then you will be held liable. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇത് രണ്ടും. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ചുരുക്കത്തിൽ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് നിയമം റോങ് ഡൂവേഴ്സിൽ ഇമ്പോസ് ചെയ്യുന്നതാണ്. 3 തരം റോങ് ഡൂയിങ് ഉണ്ട്: ഇന്റൻഷണൽ റോങ് ഡൂയിങ്, നെഗ്ലിജന്റ് റോങ് ഡൂയിങ് ആൻഡ് നോ ഫോൾട്ട് റോങ് ഡൂയിങ്. ഈ 3 റോങ് ഡൂയിങ്ങിലും നിയമം ലയബിലിറ്റി ഇമ്പോസ് ചെയ്യും. 2 തരം ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാം: പീനൽ ലയബിലിറ്റിയും റെമഡിയൽ ലയബിലിറ്റിയും. ഇതിൽ ഏത് ലയബിലിറ്റി ഇമ്പോസ് ചെയ്യണം എന്നുള്ളത് ലോയുടെ പോളിസിയാണ്. അപ്പോൾ നേച്ചർ ഓഫ് ദ ആക്റ്റും ഈ ലയബിലിറ്റിയുടെ എഫക്റ്റും കണക്കിലെടുത്തുകൊണ്ടാണ് നിയമം ഈ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യുന്നത്. സിവിൽ കേസുകളിൽ ഭൂരിഭാഗവും നിയമം ഇമ്പോസ് ചെയ്യുന്നത് റെമഡിയൽ ലയബിലിറ്റിയാണ്. ക്രിമിനൽ കേസുകളിൽ നിയമം ഇമ്പോസ് ചെയ്യുന്നത് പീനൽ ലയബിലിറ്റിയാണ്. പീനൽ ലയബിലിറ്റി is the liability to suffer punishments. Remedial liability is the liability to redress the wrong.
or to maintain the status quo or to compensate by providing damages. Okay. With this, I stop now. Time limit ആയതുകൊണ്ടാണ്. If you want to ask something, you can ask. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. See, 80 Article 80 is what about the composition of the council of composition of the council?